എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീട്ടിൽ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ നമ്മൾ വലിയ ഗൗരവമായ ഒരു കാര്യങ്ങളും ഏൽപ്പിക്കുകയില്ല. അവരോട് നമ്മൾ മരത്തെ കയറാൻ പറയല, അവരോട് നമ്മൾ ഉയരങ്ങളിലൊന്നും കയറാൻ പറയല, അവരോട് നമ്മൾ സൂക്ഷ്മമായി ചെയ്യേണ്ട പണികൾ ചെയ്യാൻ പറയല, അവരോട് നമ്മൾ നൈറ്റിലൊക്കെ ത്രൂ ഔട്ട് വിശ്രമമില്ലാതെ വാഹനം ഓടിക്കാൻ പറയല. ഇങ്ങനെയൊന്നും പറയുകയില്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നമ്മളെ ഭരിക്കാൻ നമ്മൾ ഈ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ എല്ലാം കൂടെ തിരഞ്ഞെടുക്കുന്നത് വളരെ കഷ്ടമായൊരു കാര്യമാണ്. അതിൽ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടായിരുന്നു. 85 വയസ്സുള്ള പി ജെ ജോസഫ് വീണ്ടും തൊടുപുഴ നിൽക്കാനുള്ള ഒരു പദ്ധതിയായിട്ട് വന്നപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു. കർശനമായ രീതിയിൽ നമ്മൾ സംസാരിച്ചായിരുന്നു, ഇനി മത്സരിക്കരുതെന്നും പറഞ്ഞ്. ഏതൊക്കെയായാലും പി ജെ ജോസഫ് മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് അദ്ദേഹത്തിൻ്റെ മകന് ആ സീറ്റ് വിട്ടുകൊടുത്തു എന്ന് ഉറപ്പിച്ച സ്ഥിതിക്ക് പി ജെ ജോസഫിനെ വലിയൊരു അഭിനന്ദനം കൂപ്പ് കൈകോടുകൂടി അറിയിക്കുന്നു. 85 വയസ്സുള്ള അങ്ങ് ഈ മത്സര രംഗത്ത് നിന്ന് മാറി നിന്നതിന് അങ്ങേക്ക് അഭിനന്ദനം അറിയിക്കുന്നു. അന്ന് രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞെങ്കിലും ആ രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞതിൻ്റെ ഗുണം കിട്ടിയത് കൊണ്ടും തൊടുപുഴക്കാർക്കൊരു ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാക്കി വരാതിരിക്കത്തക്ക രീതി കാര്യങ്ങൾ ചെയ്തതിനും പ്രത്യേകമായി നന്ദി പറയുന്നു. വിട്ടുനിന്ന് ചെറുപ്പക്കാർക്ക് ആ സീറ്റ് വിട്ടുകൊടുത്തതിന് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ ഉപദ്രവിക്കാത്തതിന് നന്ദി പറയുന്നു. ഇനി ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനകത്തുള്ള കുറേ സീനിയർ ആൾക്കാരുടെ പേര് പറയാം. രാമചന്ദ്രൻ കടന്നപ്പള്ളി 82 വയസ്സ്, കെ കൃഷ്ണൻകുട്ടി 82 വയസ്സ്, പിണറായി വിജയൻ 81 വയസ്സ്, എ കെ ശശീന്ദ്രൻ 80 വയസ്സ്, കെ സുധാകരൻ 78 വയസ്സ്, ഇ ചന്ദ്രശേഖരൻ 78 വയസ്സ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 77 വയസ്സ്, കെ പി മോഹനൻ 76 വയസ്സ്, സണ്ണി ജോസഫ് 74 വയസ്സ്, കടകംപള്ളി സുരേന്ദ്രൻ 73 വയസ്സ്, വി ശിവൻകുട്ടി 72 വയസ്സ്. ഞാൻ 70-ന് മുകളിലോട്ട് പ്രായമുള്ളവരുടെ ലിസ്റ്റ് എടുത്തേക്കുന്നത്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടു, ഫേസ്ബുക്കിലാണ് കണ്ടത്. എ കെ ശശീന്ദ്രൻ ഒരു ജീപ്പിൻ്റെ മണ്ടയിൽ നിൽക്കുക, അപ്പോൾ കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ താഴെ അടിക്കുറിപ്പ് എഴുതിയിരിക്കുക, വീഴാതിരിക്കാൻ കെട്ടിവെച്ചിരിക്കുകയെന്ന്. വീഴാതിരിക്കാൻ കെട്ടിവെച്ചിരിക്കുക. ഈ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഈ സാധനങ്ങൾ സത്യത്തിൽ നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹം ചെറുതല്ല. ഇവരോട് മാറി നിൽക്കാൻ പറഞ്ഞാൽ ഇവർ മാറി നിൽക്കുകയില്ല. ഇവർക്ക് ഇതങ്ങോട്ട് എന്നതാ സഹിക്കാൻ മേലാത്ത അവസ്ഥയിലാണ്. ഒന്നാമത് ഈ പ്രായം ഒരു 60 കഴിയുമ്പം സർക്കാർ സർവീസിൽ കയറണേ ഒരു പരിധി വേണം. സർവീസിൽ നിന്ന് പെൻഷനാകാനും ഒരു പരിധിയുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആണെ പോലും 60 വയസ്സാകുമ്പോൾ ഇറക്കി വിടും. എന്തുകൊണ്ടാണ്? ഇനി അതിന് ശാരീരികമായ ക്ഷമതയില്ല. അത് ഈ രാഷ്ട്രീയത്തിലും പ്രത്യേകമായിട്ടൊന്ന് നോക്കണ്ടേ. ഇനി 60-ന് പോകണ്ട, 70-നെങ്കിലും ഒന്ന് നിർത്താൻ മേലേ. 70 വയസ്സായിട്ടും ഇത് നിർത്തുന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ പ്രധാന കാരണം വെച്ചാൽ ഈ 60 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേനും ഒരുവിധപ്പെട്ട രോഗങ്ങളാകും. ഇത് മുഴുവൻ നാട്ടുകാരൻ്റെ നികുതി പണത്തിൽ ഉണ്ടാക്കാമെന്നുള്ള കണക്കൂട്ടലായി കയറി നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇത്രയും പേര് ഇതിനകത്ത് ഈ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ആൾക്ക് 78 വയസ്സ്. ആരാന്നറിയാമോ? കഴിഞ്ഞ ഭാരത് ബന്ധെന്നും പറഞ്ഞ് കേരളത്തിന് 5800-ലധികം കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കി വെച്ചതിൽ ഒരുത്തനാണ്. ഇങ്ങനെയുള്ളവരെല്ലാം കൂടെ നിൽക്കുമ്പം ഇതിനകത്ത് പൊതുജനത്തോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ കൊണ്ട് ഒരു മണ്ഡലത്തിൻ്റെ വികസനത്തിന് ആവശ്യമായി മണ്ഡലത്തിൽ ഓടിയെത്താനും അതിനനുസരിച്ച് നിയമസഭയിൽ ഓടിയെത്താനും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാനും പറയാനും ഒന്നും അറിയത്തില്ല. രണ്ടാമത്തെ കാര്യം, ഒരു പരിധി കൂടുതൽ പ്രായമുള്ളവർക്ക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ അറിയത്തില്ല. ഇങ്ങനെയുള്ളവരെല്ലാം കൂടെ നമ്മുടെ നികുതിപ്പണം എടുത്ത് നമ്മളെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പം, ഇപ്പം ഞാൻ ലിസ്റ്റിൽ പറഞ്ഞ കുറേ ആളുകളുടെ പേര് പറഞ്ഞല്ലോ, 70 വയസ്സിന് മുകളിലുള്ളവർ. ഇങ്ങനെയുള്ളവരെ എല്ലാം ഒന്ന് പഠിച്ചു വെച്ചിട്ട് ഇവരേതൊക്കെയായാലും തന്നെ മാറുകയില്ല, അത് തീരുമാനിച്ച് വെച്ചിരിക്കുക. അങ്ങനെ തന്നെ മാറുകയില്ലെന്ന് ഉറപ്പുള്ള ആളുകൾ, ഇതിനകത്തൊരു കാര്യമുണ്ട്, ഈ 70-ന് മുകളിലൊക്കെ ഉള്ള ആളുകൾ മരിച്ചു പോയെന്ന് നിങ്ങൾ വിചാരിച്ചോ? മരിച്ചു പോയെന്ന് പറഞ്ഞാൽ പോലും ഇവർ പെട്ടിയിൽ ഇങ്ങനെ മൂക്കി പഞ്ഞിയൊക്കെ വെച്ച് കിടക്കുമ്പം എലക്ഷൻ പ്രഖ്യാപിച്ചെന്ന് ഒരൊറ്റ വർത്തമാനം പറഞ്ഞാൽ മതി, പെട്ടിക്കകത്തുനിന്ന് ചാടി എഴുന്നേക്കും. ഇനി ഇവരെ കൊണ്ട് അങ്ങ് അടക്കി ഇവർ അസ്ഥികൂടമായിപ്പോയെന്ന് വെച്ചോ, മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാവുന്നെങ്ങാനും പറഞ്ഞാൽ കുഴി നൂമാർ എഴുന്നേറ്റ് വരും. അതുകൊണ്ട് ഈ പ്രാവശ്യം വോട്ടർമാരോട് പറയട്ടെ, നിങ്ങൾ ഓരോ മണ്ഡലത്തിലും നിൽക്കുന്ന ഈ പ്രായപരിധി ഉള്ളവരെ ഒന്ന് നോക്കണം.
നമുക്ക് ഇത്രയും പ്രായമായ വയസ്സന്മാരെ വേണോ? നമ്മുടെ വീടുകളിൽ ഇതുപോലെ പ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ ശാരീരിക ക്ഷമത എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാലോ. 80 വയസ്സിനൊക്കെ മോളിൽ പ്രായമുള്ളവർ എന്നാ ചെയ്യാനാ സത്യത്തിൽ? ഇവിടെ സാധാരണക്കാരൻ ആ പ്രായമൊക്കെ ആകുമ്പോഴത്തേനും ഏറ്റു നിൽക്കാൻ മേലെ 70 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒരു പ്രത്യേക അവസ്ഥയിലായി പോകും. അങ്ങനെ വരുമ്പോൾ അവരെ ഇനി നമുക്കാകെ ചെയ്യാൻ പറ്റുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കുത്തുമ്പം ഈ പ്രായപരിധി കണക്ക് കൂട്ടി അങ്ങ് കുത്തിയേക്കാമെങ്കിൽ, അങ്ങനെയുള്ള ഒരു നെടുനീളം അങ്ങ് തോറ്റു മാറാമെങ്കിൽ, ഇപ്പോൾ ജനത്തിൻ്റെ മുമ്പിലോട്ടാണ് ഈ ഗോൾ നിൽക്കുന്നത്, ജനം കൃത്യമായിട്ട് ഈ ഗോൾ അങ്ങ് അടിക്കാമെങ്കിൽ, ഈ ഓരോ തെരഞ്ഞെടുപ്പിലും ഈ പ്രായം ഒരു പ്രശ്നമാണ്, നമ്മൾ ചെന്ന് നിന്നാൽ ജനം നമ്മളെ ജയിപ്പിക്കുകയല്ലെന്നൊരു തോന്നലുണ്ടായാൽ, അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഈ അധികാര കൊതി അങ്ങോട്ട് തലയ്ക്ക് പിടിച്ചിട്ട് കണ്ടമാനമായി നിൽക്കുന്ന ഈ ആളുകൾ ഒതുങ്ങുള്ളൂ. അതുകൊണ്ട് 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരെയും, ഇനി 70 വരെ അങ്ങ് പോട്ടെ, ആ 70 കഴിഞ്ഞ് അതിന് മുകളിലോട്ടുള്ള എല്ലാവരെയും കേരള ജനത ടാർഗറ്റ് ചെയ്ത് വീട്ടിലിരുത്തണമെന്ന്. അവർ വീട്ടിലിരുന്നോട്ടെ. അതിനകത്തൊരു നികുതി പണത്തിന് ഒത്തിരി പണം ആശുപത്രി കേസായിട്ട് പോകാതിരിക്കുകയും ചെയ്യും. അത് നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.